30 വയസ്സാണോ നിങ്ങൾക്ക് പ്രായമായി വരുന്നെന്ന പേടിയുണ്ടോ? എന്നാൽ ഇനി ആ പേടി വേണ്ട. പഴയ ധാരണകളെയൊക്കെ തിരുത്തിക്കൊണ്ട് മനുഷ്യന്റെ മസ്തിഷ്ക വികാസത്തെക്കുറിച്ച് കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഒരു കൂട്ടം ന്യൂറോ സയന്റിസ്റ്റുകൾ നടത്തിയ ഒരു സുപ്രധാന പഠനം കൗമാരത്തിന്റെ നിർവചനത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. പരമ്പരാഗതമായി 20 വയസ്സോടെ അവസാനിക്കുമെന്ന് കരുതിയിരുന്ന കൗമാര കാലഘട്ടം 30 വയസ്സ് വരെ അല്ലെങ്കിൽ ഏകദേശം 32 വയസ്സ് വരെ നീണ്ടു നിൽക്കാം എന്നാണ് ഈ ഗവേഷണത്തിന്റെ പ്രധാന കണ്ടെത്തൽ. മനുഷ്യ മസ്തിഷ്കത്തിന്റെ വളർച്ചയും വികാസവും 30കളിലും തുടരുന്നു എന്നതിലാണ് ഈ കണ്ടെത്തൽ ഊന്നുന്നത്. ഈ കാഴ്ചപ്പാട് പ്രായം കൂടുന്നതിനെ കുറിച്ചും വ്യക്തിഗത വികാസത്തെക്കുറിച്ചുമുള്ള നമ്മുടെ പൊതുധാരണകളെ സമൂലമായി മാറ്റാൻ ശേഷിയുള്ളതാണ്. നേച്ചർ കമ്മ്യൂണിക്കേഷൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ ഗവേഷണം ഡോക്ടർ അലക്സ മ്ലൗസിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. 0 മുതൽ 90 വയസ്സ് വരെയുള്ള ഏകദേശം 4000 പേരുടെ തലച്ചോറുകളാണ് പഠനത്തിനായി ഉപയോഗിച്ചത്. ഡിഫ്യൂഷൻ MRI സ്കാനുകൾ എന്ന നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത്. തലച്ചോറിലെ വെള്ളത്തിന്റെ തന്മാത്രകളുടെ ചലനം അളക്കുന്ന ഡിഫ്യൂഷൻ MRI നാഡീബന്ധങ്ങളുടെ സാന്ദ്രതയും ഘടനയും കൃത്യമായി വെളിപ്പെടുത്തുന്നു. പഠനമനുസരിച്ച് കൗമാരം 9 വയസ്സ് മുതൽ 32 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഏറ്റവും ദൈർഘ്യമേറിയതും സുപ്രധാനവുമായ ഘട്ടമാണ്. ഈ നീണ്ട കൗമാരഘട്ടത്തിലാണ് മസ്തിഷ്കത്തിന്റെ ആശയവിനിമയ ശൃംഖലകൾ ഏറ്റവും കാര്യക്ഷമമായി പരിഷ്കരിക്കപ്പെടുന്നത്. ഈ സമയത്ത് നാഡീബന്ധങ്ങൾ കൂടുതൽ ദൃഢമാവുകയും തലച്ചോറിലെ വിവിധ മേഖലകൾ തമ്മിലുള്ള ആശയവിനിമയം കൂടുതൽ വേഗതയേറിയതും സുഗമമാവുകയും ചെയ്യുന്നു. 30കളിലും നാം എടുക്കുന്ന സാഹസികമായ തീരുമാനങ്ങൾ, തീവ്രമായ വൈകാരിക പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനുള്ള കഴിവ് എന്നിവയ്ക്ക് പിന്നിൽ ഈ നീണ്ടു നിൽക്കുന്ന മസ്തിഷ്ക വികാസം ഒരു കാരണമായേക്കാം എന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. 30 വയസ്സിലും നമ്മുടെ മസ്തിഷ്കം വളരുകയും പുതിയ കാര്യങ്ങൾ പഠിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്യുന്ന ഒരു വികാസത്തിന്റെ കൊടുമുടിയിലാണെന്ന് ഇത് അടിവരയിടുന്നു. മനുഷ്യ ജീവിതത്തിലെ മസ്തിഷ്ക വികാസത്തെ പഠനം 5 വ്യത്യസ്ത ഘട്ടങ്ങളായി വർഗീകരിക്കുന്നു. ഈ വർഗീകരണം ഓരോ കാലഘട്ടത്തിലും മസ്തിഷ്കത്തിന്റെ പ്രവർത്തന രീതി, പഠനശേഷി, വൈകാരിക പ്രതികരണങ്ങൾ എന്നിവ എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇതിൽ ആദ്യഘട്ടമായ കുട്ടിക്കാലം ജനനം മുതൽ 9 വയസ്സ് വരെയാണ്. ഈ സമയം അടിസ്ഥാനപരമായ നാഡീവ്യൂഹ രൂപീകരണവും വളർച്ചയുമാണ് നടക്കുന്നത്. തുടർന്ന് 9 വയസ്സ് മുതൽ 32 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന കൗമാരം എന്ന ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം വരുന്നു. ഈ കാലയളവിലാണ് മസ്തിഷ്ക ആശയവിനിമയ ശൃംഖലകൾ ഏറ്റവും കാര്യക്ഷമമായി പരിഷ്കരിക്കപ്പെടുന്നത്. മൂന്നാമതായി 32 വയസ്സ് മുതൽ 66 വയസ്സ് വരെയാണ് പ്രായപൂർത്തിയായവരുടെ ഘട്ടം. ഈ സമയത്ത് മസ്തിഷ്ക ഘടന അതിന്റെ പരമാവധി സ്ഥിരത കൈവരിക്കുന്നു.